ഹായ്. ഒരുപാട് സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. കാരണം ഇന്ന് നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഉപകരണത്തിനെ ഉപയോഗിക്കുന്നവരാണ്. ഉപയോഗിക്കാത്തവരായി മിക്കവാറും ആരും തന്നെ ഉണ്ടാവില്ല. പലതരത്തിലുള്ള ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നുണ്ട്. ചിലരത് നമ്മുടെ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാവാം. പലർ ജോലി സംബന്ധമായ അവരുടെ ജോലികൾ വളരെ വേഗതയിൽ ചെയ്തു തീർക്കാനാവാം. ചിലർ പലതരത്തിലുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ബില്ലുകളൊക്കെ പേ ചെയ്യാനും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഫോമുകൾ തയ്യാറാക്കാനുമൊക്കെ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ എല്ലാ പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നതിന് കമ്പ്യൂട്ടറിനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഈവൻ നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി ബില്ലായാലും ടെലിഫോൺ ബില്ലായാലും മൊബൈൽ റീചാർജ് ആണെങ്കിലും എല്ലാം നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് പലതും ചെയ്യാൻ കഴിയുന്നു. ഈവൻ നമ്മൾക്ക് കഴിക്കാനുള്ള ആഹാരം വരെയും ഓർഡർ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന ഒന്നിലുള്ള സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ ആയിരിക്കാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ പ്രോഗ്രാമിനെക്കുറിച്ചും നമ്മൾക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ വളരെ വേഗതയിൽ അല്ലെങ്കിൽ കൃത്യതയോടുകൂടി നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും ഉപയോഗിക്കപ്പെടുന്ന പലതരത്തിലുള്ള പ്രോഗ്രാമുകളും പല മേഖലകളിലാണ് നമ്മളത് ഉപയോഗിക്കപ്പെടുന്നത്. ആ വരുന്ന പ്രോഗ്രാമുകളെക്കുറിച്ചെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം. ആ വഴിക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മിക്കവരും നമ്മളുടെ ബേസിക്കായിട്ട് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഉപകരണത്തിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ബേസിക്കായിട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് MS ഓഫീസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി നെയിമാണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണത്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത ഓഫീസ് സൂട്ടാണ്, അല്ലെങ്കിൽ ഓഫീസ് പ്രോഗ്രാമുകളെയാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ MS ഓഫീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ മൈക്രോസോഫ്റ്റിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള വെർഷനുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള എഡിഷനുകൾ, പതിപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾക്ക് ഏതാണോ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന പതിപ്പ് അത് തന്നെയാണ് മിക്കവരും നമ്മളിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ വർഷവും പുതിയ പുതിയ കാര്യങ്ങൾ അതിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന MS ഓഫീസിനെ പരിഷ്കരിച്ച പതിപ്പുകൾ എല്ലാ വർഷവും വിപണിയിൽ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതിലേതാണോ നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ നമ്മളത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് തുറന്നിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന പാക്കേജിനകത്ത് ഒരുപാട് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളുടെ ഒരു കളക്ഷനാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ചെയ്യുന്ന പ്രവർത്തനത്തിനെ ബേസ് ചെയ്തിട്ടാണത് പാക്കേജായിട്ട് തിരിക്കപ്പെടുന്നത്. നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന കുറേ പ്രോഗ്രാംസുകളാണ്. ഒന്ന് MS വേഡ്, മൈക്രോസോഫ്റ്റ് വേഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. മറ്റൊന്ന് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇത് രണ്ടും നമ്മളെല്ലാവരും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ഈ രണ്ട് പ്രോഗ്രാമിനെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് കൂടാതെ ആ പാക്കേജിനകത്ത് നമ്മൾക്ക് മറ്റുള്ള പല ആവശ്യങ്ങൾക്കുള്ള പ്രോഗ്രാമുകളെയും കാണാൻ കഴിയും. മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടാവാം, മൈക്രോസോഫ്റ്റ് ആക്സസ് ഉണ്ടാവാം, അതേപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രണ്ട് പേജ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. അത് നമ്മൾ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ളവയാണത്. അതേതാണോ നമ്മൾക്ക് വേണ്ടുന്നത് നമ്മളതെടുത്ത് ഉപയോഗിക്കുന്നു. അതിനകത്ത് ഒരു കൂട്ടം കമാൻഡുകൾ ഉണ്ടാവാം. ആ കമാൻഡുകളുടെ സഹായത്തിലൂടെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. തൽക്കാലം ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സഹായം ആവശ്യമാണ്.
സഹായം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോകൾ കാണുകയും അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ യൂട്യൂബ് പോലെയുള്ള വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾക്കത് ഫ്യൂച്ചറിൽ ഉപയോഗമുള്ളതാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള ഒരു ഇതൂടെ ഉണ്ട്. പിന്നീട് നമ്മൾക്ക് വരുന്ന വീഡിയോകൾ കാണാനും നമ്മൾക്ക് നമ്മുടെ ഫോണിലായാലും നമ്മുടെ കമ്പ്യൂട്ടറിലായാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനകത്തൊരു ബെൽ സിമ്പലും കാണാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തുടർന്ന് വരുന്ന എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് സുഗമമായിട്ട് കിട്ടുന്നതാകാം. നിങ്ങൾക്കത് കാണാം. കണ്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ടത് രേഖപ്പെടുത്തുക. ഓക്കെ.